ആവർത്തന പുസ്തകം 2-ാം അധ്യായം. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിൽ യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സേയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നതു മതി, വടക്കോട്ട് തിരിവീൻ. നീ ഈ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സേയീരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളേണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സേയീർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവരോട് ആഹാരം വിലയ്ക്ക് വാങ്ങി കഴിക്കണം, വെള്ളവും വിലയ്ക്ക് വാങ്ങി കുടിക്കണം. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടു വന്നിട്ടില്ല. അങ്ങനെ നാം സേയീരിൽ കുടിയിരുന്ന ഏശാവിൻ്റെ മക്കളായ നമ്മുടെ സഹോദരന്മാരെ ഒഴിച്ച് അരാബ വഴിയായി ഏലാത്തിൻ്റെയും എസ്യോൻ ഗേബറിൻ്റെയും അരികത്തുകൂടി കടന്നിട്ട് തിരിഞ്ഞ് മോവാബ് മരുഭൂമിയിലേക്കുള്ള വഴിയായി കടന്നുപോന്നു. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്കൊരു അവകാശം തരികയില്ല. 6 ദേശത്തെ ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായ ഏമ്യർ പണ്ട് അവിടെ പാർത്തിരുന്നു. ഇവരെ അനാക്യരെ പോലെ മല്ലന്മാർ എന്ന് വിചാരിച്ചു വരുന്നു. മോവാബ്യരോ അവർക്ക് ഏമ്യർ എന്നു പേർ പറയുന്നു. ഹോര്യരും പണ്ടു സേയീരിൽ പാർത്തിരുന്നു. എന്നാൽ ഏശാവിൻ്റെ മക്കൾ അവരെ തങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും സംഹരിക്കുകയും അവർക്ക് പകരം കുടിപാർക്കുകയും ചെയ്തു. ഇസ്രായേലിന് യഹോവ കൊടുത്ത അവകാശദേശത്ത് അവർ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ എഴുന്നേറ്റ് സേരത് തോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരത് തോട് കടന്നു. നാം കാദേശ് ബർന്നേയയിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ സേരത് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായിരുന്നു. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവ അവരോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. അവർ മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തിൽ നിന്ന് നശിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായി ഇരുന്നു. ഇങ്ങനെ യോദ്ധാക്കളൊക്കെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മരിച്ചു ഒടുങ്ങിയ ശേഷം യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ നാറെന്ന മോവാബ് ദേശത്തുകൂടി കടപ്പാൻ പോകുന്നു. അമ്മോന്യരോട് അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അമ്മോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല. അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതും മല്ലന്മാരുടെ ദേശമെന്ന് വിചാരിച്ചു വരുന്നു. മല്ലന്മാർ പണ്ട് അവിടെ പാർത്തിരുന്നു. അമ്മോന്യർ അവരെ സസുമ്യർ എന്നും പറയുന്നു. അവർ വലിപ്പവും പെരുപ്പവും അനാക്യരെ പോലെ പൊക്കവുമുള്ള ജാതിയായിരുന്നു. എങ്കിലും യഹോവ അവരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചു. ഇങ്ങനെ അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് കുടിപ്പാർത്തു. അവൻ സേയീരിൽ പാർക്കുന്ന ഏശാവിൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്തതുപോലെ തന്നെ അവൻ ഹോര്യരെ അവരുടെ മുമ്പിൽ നിന്ന് നശിപ്പിച്ചിട്ട് അവർ അവരുടെ ദേശം കൈവശമാക്കി അവരുടെ സ്ഥലത്ത് ഇന്നുവരെയും പാർക്കുന്നു. കഫ്തോരിൽ നിന്ന് വന്ന കഫോര്യരും ഗസ്ത വരെയുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവ്യരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടിപാർത്തു. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർണോൻ താഴ്വര കടപ്പീൻ. ഇതാ ഞാൻ ഹെഷ്ബോനിലെ അമോര്യ രാജാവായ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. നിന്നെയുള്ള പേടിയും ഭീതിയും ആകാശത്തിന് കീഴെങ്ങുമുള്ള ജാതികളുടെ മേൽ വരുത്തുവാൻ ഞാൻ ഇന്നു തന്നെ തുടങ്ങും. അവർ നിന്റെ ശ്രുതി കേട്ട് നിന്റെ നിമിത്തം വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യും. പിന്നെ ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടെ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും. സേയീരിൽ പാർക്കുന്ന ഏശാവിൻ്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം. യോർദാൻ കടന്നു ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്ത് എത്തുവോളം കാൽനടയെ പോകുവാൻ മാത്രം അനുവദിക്കണമെന്ന് പറയിച്ചു. എന്നാൽ നാം ദേശത്തുകൂടി കടന്നു പോകുവാൻ ഹെഷ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്ന് കാണുന്ന പോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സ് കടുപ്പിച്ച് അവൻ്റെ ഹൃദയം കഠിനമാക്കി. യഹോവ എന്നോട്, ഞാൻ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് അടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സീഹോനും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്ന് യാഹാസിൽ വെച്ച് പടയേറ്റു. നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സർവ്വജനത്തെയും സംഹരിച്ചു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ച് പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉന്മൂലനാശം ചെയ്തു. ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. 4 കാലികളെയും നാം പിടിച്ച പട്ടണങ്ങളെ കൊള്ളയും മാത്രം നാം നമുക്കായിട്ട് എടുത്തു. അർണോൻ താഴ്വരയുടെ അറ്റത്തുള്ള അരോവേരും താഴ്വരയിലെ പട്ടണവും മുതൽ ഗിലെയാദ് വരെ നമ്മുടെ കൈക്ക് എത്താതെ ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ദൈവമായ യഹോവ സകലവും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മോന്യരുടെ ദേശവും യാബോക്ക് നദിയുടെ ഒരു വശമൊക്കെയും മലനാട്ടിലെ പട്ടണങ്ങളും നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് വിലയ്ക്ക് വാങ്ങിയ ഇടങ്ങളും മാത്രം
നീ ആക്രമിച്ചില്ല.